ഹേ ഗായ്സ്, ഇപ്പോൾ എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ബേസിക് ഹെന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അതായത് നമ്മളെല്ലാവരും ഒരുമിച്ച് ബേസിക് എല്ലാം പഠിക്കാൻ പോവാണ്. ഓക്കെ, ഒരു ടിഷ്യൂ പേപ്പർ, പിന്നെ ഒരു നോർമൽ ഹെന്ന കോൺ. ഞാൻ ഓർഗാനിക് കോൺസ് ആണ് മോർ പ്രിഫർ ചെയ്യുന്നത്, ബിക്കോസ് അതായിരിക്കും ഒന്നും കൂടി ലൈൻസ് ഒക്കെ വരാൻ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് ഇതേപോലെ ലൈൻസ് ഒക്കെ വരച്ചിട്ട് എലമെന്റ്സിന്റെയും നെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആദ്യം നമ്മൾ ലൈൻസ് പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾ നോർമൽ കോൺസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഇങ്ങനെ പറ്റുണ്ടാവില്ല. സാറില്ല, നിങ്ങൾ മാക്സിമം പറ്റുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുന്ന സെറ്റ് ആവണമെങ്കിൽ രണ്ട് സൈഡിലും ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും ഇങ്ങനെ യോജിപ്പിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ ലൈൻസ് വരയ്ക്കുന്ന സെറ്റ് ആവണമെങ്കിൽ കുറെ പ്രാക്ടീസ് ചെയ്താലേ നല്ല പോലെ കിട്ടുള്ളൂ. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എങ്ങനെ കോണ് പിടിക്കേണ്ടതെന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ടെക്നിക്സ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണോ എഴുതുമ്പം പെന്ന് പിടിക്കണത് അതേപോലെ തന്നെ ഈ കോണ് പിടിച്ചാൽ മതി. ഈ ലൈൻസ് തന്നെ ഫസ്റ്റ് തുടങ്ങാൻ കാരണം ഇതെല്ലാ ഡിസൈനിലും ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. സോ ലൈൻസ് നമ്മൾ പെർഫെക്റ്റ് ആയി കിട്ടണമെങ്കിൽ ഓരോ സൈഡിലേക്കും, അതായത് വെർട്ടിക്കലായിട്ട് ഓരോ ഷേപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് തിക്ക് ലൈൻസ് എന്താന്ന് പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിലും ഡോട്ട് കൊടുത്തതിന് ശേഷം കണക്ട് ചെയ്തിട്ട് ലൈൻസ് വരയ്ക്കുക. അതേപോലെ താഴത്തും ഒന്നും കൂടി വരയ്ക്കുക, അതായത് ഡബിൾ ലൈൻ. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഡിസൈനുമേൽ ടച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതാ നല്ല പ്രഷർ കൊടുത്ത് ഇങ്ങനെ ബാക്കോട്ട് എടുത്താൽ മതി. നല്ല ഫില്ലിങ്ങിൽ തന്നെ കിട്ടും. അതായത് ടച്ച് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് ആ ഒരു പെർഫെക്ഷൻ പിന്നെ കിട്ടൂല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വരച്ചാൽ നല്ല നീറ്റായിട്ട് തന്നെ തിക്ക് ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് അടുത്ത എലമെന്റ് ഹംസ് വരയ്ക്കാം. ഹംസ് പറഞ്ഞാൽ അറബിക് ആയിക്കോട്ടെ ട്രഡീഷണൽ ആയിക്കോട്ടെ എല്ലാ ഹെന്ന ഡിസൈൻസിലും ഹംസ് വരയ്ക്കണം. ഹംസ് വരയ്ക്കാനുള്ള ഒരു ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ ആദ്യം ലൈൻസ് വരച്ചതിന് ശേഷം അതിന്റെ മേലെ നൈസായിട്ട് ഇതേപോലെ കട്ടില്ലാതെ ഒരു ലൈനും കൂടി കൊടുത്തിട്ട് ആ ഹൈറ്റിൽ ഹംസ് ഇങ്ങനെ നൈസാക്കി വരച്ചാൽ മതി. നല്ല ബോൾഡ് ആക്കിയിട്ട് വരയ്ക്കരുത് കേട്ടോ, കാരണം അങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ നീറ്റ് ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡ്രോപ്സ് പഠിക്കാം. സിമ്പിൾ ടിപ്പ് ഉണ്ട്. എന്താണെന്നറിയാം, നല്ല പ്രഷറിൽ ഒരു ഡോട്ട് കൊടുത്തിട്ട് അതിന്റെ പ്രഷർ റിലീസ് ചെയ്ത് തായോട്ട് വലിച്ചാൽ മതി. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ജസ്റ്റ് ഒരു ഡോട്ട് തായോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. സെറ്റായില്ലേ? ഏതൊരു ഡിസൈൻ വരയ്ക്കുകയാണെങ്കിലും നല്ലോണം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ പഠിപ്പിച്ച് തന്നതിന് ശേഷം ബുക്ക് പിന്നെ അവിടെ വെക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് ഇങ്ങനത്തെ ഡിസൈൻസും എലമെന്റ്സ് ഒക്കെ ഒന്ന് വരച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു ഡ്രോപ്സ് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് നല്ലൊരു വലിയ ഡോട്ട് കൊടുക്കുക. നല്ല പ്രഷർ കൊടുത്ത് മെല്ലെ റിലീസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഈ ഡ്രോപ്സ് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് കൊടുക്കുക, താഴോട്ട് വലിക്കുക, എന്നിട്ട് ഇതേപോലെ മേലോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇനി വേറെ ഡിസൈൻ ജസ്റ്റ് ഒരു ലൈൻ വരച്ചതിന് ശേഷം നേരത്തെ നമ്മൾ വരച്ചില്ലേ അതേപോലെ വരച്ചിട്ട് അതിന്റെ അറ്റത്തേക്ക് ഇതേപോലെ അങ്ങനെ വളച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. സ്പൈറലും ഹംസും പഠിക്കാം. സ്പൈറൽ വരയ്ക്കാൻ ഞാനൊരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. ആദ്യം ഇതേപോലെ ഒരു പ്ലസ് സിമ്പിൾ പോലെ വരച്ചതിന് ശേഷം എഡ്ജസ് ഒക്കെ ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് ചെറുതാക്കിയിട്ട് റൗണ്ട് ആക്കിയിട്ട് നടുവിലൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. മെല്ലെ വരച്ചാൽ മതി. ഇത് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ലൈൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഷുവർ ആണ്. വേണമെങ്കിൽ ഉള്ളിൽ ഡോട്ട് എടുത്ത് പുറത്തേക്ക് ഇതേപോലെ സ്പൈറൽ കൊടുക്കുകയും ചെയ്യട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് എടുത്താൽ മതി. സ്പൈറലിന്റെ മേലെ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. ഹംസ് വരയ്ക്കാനുള്ള ടിപ്പാണ് ഇതേപോലെ ലൈൻസ് 4 ആക്കി കൊടുത്തിട്ട് ഒരു ലൈനിൽ നിന്ന് അടുത്ത ലൈനിലേക്ക് ഇതേപോലെ വരച്ചാൽ നമുക്ക് അത്രയും സിമ്പിൾ ആക്കിയിട്ട് വേഗം വരയ്ക്കാൻ പറ്റും. അതായത് ഷേപ്പ് മാറാണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ലീവ്സ് പഠിക്കാം. ലീവ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്ന് ഇതേപോലെ കുറച്ച് വലുതാക്കി വരയ്ക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇതേപോലെ ചെറുതാക്കി വരയ്ക്കുമ്പോൾ ഇനി ഫില്ല് ചെയ്യേണ്ട നെഗറ്റീവ് ഫില്ലിങ്സ് ഒക്കെ വരുമ്പോൾ വരച്ച ലീവ്സ് കാണുക പോലുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ മാക്സിമം നല്ല വലുതാക്കിയിട്ട് ഉരുണ്ടിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇത് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു കണ്ണ് വരയ്ക്കൂല്ലേ അതേപോലെ വരച്ചിട്ട് ഇതേപോലെ നൈസാക്കിയിട്ട് നേരത്തെ പഠിച്ച ലൈൻസ് ചെറുതാക്കി കൊടുത്താൽ മതി. ഇത്രയും സിമ്പിൾ ആക്കി നമ്മൾ വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് സ്പൈറല്, ഹംസ്, ലീവ്സ് എല്ലാം കൂടി മിക്സ് ആക്കി വരയ്ക്കാം. ആദ്യം ബേസ് ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കുക. അതിന്റെ മേലെ ഹംസ് വരച്ചു കൊടുക്കുക. ഹംസ് ഞാൻ പറഞ്ഞ ടിപ്പ് അനുസരിച്ച് വരയ്ക്കണം കേട്ടോ. സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഒക്കെ നടുവിൽ ലീവ്സ് വരച്ചു കൊടുക്കുക. വേറൊരു ഡിസൈൻ ആണ്. ആദ്യം സ്പൈറലും ചുറ്റിലും ഹംസും വരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പഠിച്ച ഡ്രോപ്സ് ഇല്ലേ അത് ഇതിന്റെ ചുറ്റിലും വരച്ചു കൊടുക്കുക. അതായത് ഇത് ഡയറക്ഷനിലാണോ തുടങ്ങിയത് അതേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ഡ്രോപ്സ് വരച്ചെടുത്താൽ മതി. ഡോട്ട്സ് പ്ലസ് ലൈൻ വരയ്ക്കണം. ഒരിക്കലും ഇങ്ങനെ പരത്തി കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ആ ലൈൻമേലൂടെ ചെറുത് വലുത് എന്നുള്ള രീതിയിൽ വരച്ചു കൊടുക്കുക. താഴത്തും ഇതേപോലെ ഒന്നിടവിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ സർക്കിൾ ലൈൻ വരച്ചു കൊടുക്കാൻ പോവാണ്. ഇതേപോലെ സർക്കിൾ വരച്ചിട്ട് ഒന്നിടവിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക.
അതേപോലെ വേറൊരു ഡിസൈനാണ് സർക്കിൾ വരച്ച് ചെറിയ സർക്കിൾ വരച്ചിട്ട് വലിയ സർക്കിളിനെ ഫില്ല് ചെയ്യുക. പിന്നെ ഡോട്ടഡ് റിംഗ് പറഞ്ഞാൽ സർക്കിൾ വരയ്ക്കുക, ചുറ്റിലും ഡോട്ട്സ് ഫില്ല് ചെയ്യുക. ഇതാണ് മെയിൻ. അറബിക് ഫ്ലവർ സ്പൈറൽ വരച്ചിട്ട് പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഷെയ്ഡ് ചെയ്തിട്ട് ഇതിന്റെയൊക്കെ ബോർഡർ ഒന്ന് ബോൾഡ് ആക്കി കൊടുത്താൽ നമ്മുടെ അറബിക് ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്തോളി, അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചോളിട്ടോ. അതാവുമ്പോൾ ബാക്കിയുള്ളവർക്കും അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. ഇനി അടുത്തത് സ്പൈറൽ പ്ലസ് ഡോട്ട്സ് ആണ്. ആദ്യം സ്പൈറൽ വരച്ചിട്ട് ചുറ്റിലും ഒരേ സൈസിൽ ഡോട്ട്സ് കൊടുക്കുക. ഇനി ഫാൻസി സ്വേൾ ആണ്. അതായത് നമ്മൾ ഡ്രോപ്പും സ്പൈറലും കൂടി ചേർന്നതാണ് ഫാൻസി സ്വേൾ. അതായത് ആദ്യം ഡ്രോപ്പ് എങ്ങനെയാണ് വരയ്ക്കാൻ പറഞ്ഞത് അതേപോലെ വരച്ചിട്ട് അതിന്റെ അറ്റത്തില്ലേ സ്പൈറൽ ആക്കി കൊടുക്കുക. മനസ്സിലായി? ഞാൻ ചെയ്യുന്ന നോക്കി എനിക്ക് മനസ്സിലാവും. അത് മെല്ലെ ചെയ്താൽ മതി, സ്പീഡാക്കി ചെയ്യരുത്, മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ഈ ഒരു ഷേപ്പ് കിട്ടും. ആൻഡ് നമ്മൾ സ്പൈറലാണ്. സ്പൈറൽ വലുത് ചെറുത് കുറേ സൈസിലുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സും ഇന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. ആൻഡ് വെയിൻസിന്റെ ഞാൻ ജസ്റ്റ് മിസ്സായി പോയി, കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ വന്ന് ഇപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടോ. പിന്നെ നിങ്ങൾ ചെയ്ത വർക്ക് എനിക്ക് അയക്കണേ.